ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് നിർദ്ദേശത്തെ തള്ളി CPM പ്രകടന പത്രിക. സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുമെന്നും വിദേശ നിക്ഷേപം അനുവദിക്കില്ലെന്നുമാണ് വാഗ്ദാനം. സ്വകാര്യ വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകാനായിരുന്നു ബജറ്റ് തീരുമാനം. നികുതി വിഹിതമടക്കം സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അവകാശങ്ങൾ ഉറപ്പാക്കും. കരിനിയമങ്ങൾ പിൻവലിക്കുമെന്നും പ്രകടന പത്രിക വ്യക്തമാക്കുന്നു. സംസ്ഥാന സർക്കാർ ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ബജറ്റിലായിരുന്നു നയംമാറ്റം വ്യക്തമാക്കി സ്വകാര്യ വിദേശ സർവകലാശാലകളെ സ്വാഗതം ചെയ്തത്. വിവാദമായതോടെ കേന്ദ്ര നേതൃത്വം ഇതിന് കടിഞ്ഞാണിട്ടു. എന്നാൽ അതിനുശേഷം നടന്ന മുഖാമുഖം പരിപാടിയിലും സ്വകാര്യ വിദേശ സർവകലാശാലകളെ മുഖ്യമന്ത്രി എതിർത്തില്ല. പ്രകടന പത്രികയിലൂടെ സർക്കാരിന്റേത് പാർട്ടി നയമല്ലെന്ന് സ്ഥിരീകരിക്കുകയാണ് CPM കേന്ദ്ര നേതൃത്വം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കും, വിദേശ നിക്ഷേപം അനുവദിക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ CPM വ്യക്തമാക്കുന്നു. സംസ്ഥാന ബജറ്റിലെ നിർദ്ദേശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇത്തരം സർവകലാശാലകളുടെ സാധ്യത പരിശോധിക്കുമെന്ന് മാത്രമാണ് ബജറ്റിൽ പറഞ്ഞതെന്നാണ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിശദീകരണം. No, there's no privatization. The budget speech that was said that this is the direction that has come from the center that will be explored. That is the thing. So it's not as though it's decided and there's a contradiction. BJPയെയും സഖ്യകക്ഷികളെയും പരാജയപ്പെടുത്തി കേന്ദ്രത്തിൽ മതേതര സർക്കാരിനെ അധികാരത്തിലെത്തിക്കുക, CPMന്റെയും ഇടത് പാർട്ടികളുടെയും ശക്തി വർദ്ധിപ്പിക്കണമെന്നുമാണ് പ്രകടന പത്രികയിലെ ആഹ്വാനം. നികുതി വിഹിതത്തിൽ 50% സംസ്ഥാനങ്ങൾക്ക് നൽകും. UAPA, PMLA, CAA എന്നീ നിയമങ്ങൾ പിൻവലിക്കും. തൊഴിലെടുക്കാനുള്ള അവകാശം ഭരണഘടനാ അവകാശമാക്കും. ഗവർണർ നിയമനത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന 3-അംഗ സമിതി കൊണ്ടുവരും. സ്വകാര്യ മേഖലയിൽ സംവരണം, രാഷ്ട്രീയ പാർട്ടികൾ കോർപ്പറേറ്റ് സംഭാവന വാങ്ങുന്നത് തടയും തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിലൂടെ CPM മുന്നോട്ട് വയ്ക്കുന്നത്. റിപ്പോർട്ടർ, ദില്ലി.